ലാസു നീ എന്ത് ചെയ്യുക? ഞാൻ വായിച്ചു നോക്കാം. നിനക്കൊരു സൂത്രം കാണിച്ചു തരട്ടെ. അവളോട് പറയണ്ട, ഈ 4 പേപ്പറിലാണ് ഞാൻ ഈ ഒരു സൂത്രം കാണിക്കുന്നത്. പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പറിൽ ഏരോ മാർക്ക് എഴുതണം. ഇത് ഏരോ മാർക്ക് ഇടുന്നുണ്ട്. ഇനി നമുക്ക് അവളോട് ചോദിക്കാം. ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു സൂത്രം പറഞ്ഞിട്ടെ. ഞാൻ ഗസ് ചെയ്തിട്ട് ഇതിലിട്ടിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ട ഫ്ലവറിൻ്റെ പേര് നീ പറ. അതതിലുണ്ട്. എനിക്കിഷ്ടപ്പെട്ടത് റോസ്. റോസ്. ഓക്കെ. ഏരോ മാർക്കല്ല, അവളെ എഴുതിച്ചിട്ടുണ്ടാവും ഇത് റോസ്. ഓള് ഗസ് ചെയ്തിട്ട് എഴുതിയതാണ്. ഇനി അടുത്തത് നമുക്ക് ഓള് റോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് റോസ് തന്നെ എഴുതാം. അവളോട് അടുത്തതായിട്ട് ചോദിക്കേണ്ടത് എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സാണ്. അപ്പോൾ നമുക്ക് കൊടുക്കാം. എടി ഇതാ, നീ ഒരു പാൻറ്റിൻ്റെ ഇത് പറഞ്ഞ ഡ്രസ്സിൻ്റെ ഡ്രസ്സ് പാൻറ്റ്. ഓക്കെ. ആ ഇനി അടുത്ത ഗസ്. അപ്പോൾ പാൻറ്റാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എഴുതാം പാൻറ്റെന്ന്. ഓളെ വിചാരം ഞാൻ ഗസ് ചെയ്തിട്ട് എഴുതുന്നതാണെന്ന്. ഓക്കറിയില്ല ഈ സൂത്രം. അപ്പോൾ നമുക്ക് മടക്കാം, ഇത് കൊടുക്കാം. നീ ഒരു കളർ ഗസ് ചെയ്. കളറാ? ഇത് കളറിൻ്റെ ഗസ്സാണോ? പിങ്ക്. ഓക്കെ. അപ്പം ലാസ്റ്റ് പേപ്പറിൽ ഇതും കൂടി എഴുതാം. അപ്പം നമുക്ക് പിങ്ക് എഴുതാം. നമുക്ക് മടക്കാം. ഇനി ഈ പേപ്പർ അവൾക്ക് കൊടുക്കാം. ഇനി അടുത്തത് എനിക്കിഷ്ടപ്പെട്ടൊരു ഏരോ മാർക്ക്. അത് ഞാൻ ഗസ് ചെയ്തിട്ട് അതിലിട്ടിട്ടുണ്ട് കേട്ടോ. ഏരോ മാർക്ക് മേലോട്ടാണോ എങ്ങോട്ടാണ്? താഴെ. ഓക്കെ. ഇനി നീ ആ പേപ്പറിലൊന്ന് എടുത്ത് നോക്കിയേ. ഞാൻ ഓരോന്നായിട്ട് തുടങ്ങണം. ഞാൻ ചോദിച്ച കളറാണല്ലേ? ഞാൻ പറയാൻ പറ്റുമോ? റോസ് ഫ്ലവർ അല്ലേ? ഞാൻ ഗസ് ചെയ്ത് എഴുതിയതാ. കറക്റ്റ് ആണല്ലോ. ഏഴ് മാർക്ക് താഴെയോ? ഇത് ഡ്രസ്സായിരിക്കും. ഇത് പാൻറ്. ഓ മൈ ഗോഡ്, എങ്ങനെയുണ്ട് എൻ്റെ സൂത്രം? സൂപ്പർ.